അതുപോലെ തന്നെ സർജറി നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ മോണിറ്റർ ചെയ്യുന്നതുമായിട്ടുള്ള ഇങ്ങനെയുള്ള അസിസ്റ്റൻസ് ജോലികളൊക്കെ ചെയ്യുന്നത് മറ്റൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷന്റെ പേരാണ് ഈ ഹേർട്ട് ഓപ്പൺ സർജറീസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹേർട്ട് ഓപ്പൺ സർജറീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഹേർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഹേർട്ടിന്റെ പ്രവർത്തനം നടക്കുന്നത് ഹേർട്ട് ലങ്സ് ബൈപ്പാസ് മെഷീൻസ് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ മെഷീൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രൊഫഷണൽ ഉണ്ടായിരിക്കും. അതൊരു ഡോക്ടറാണോ ചെയ്യുന്നത്? അല്ല, അതിന് മറ്റൊരു പ്രൊഫഷനാണുള്ളത്. ആ പ്രൊഫഷന്റെ പേരാണ് പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ഈ പറയുന്ന ഹാർട്ട് ലങ്സ് ബൈപ്പാസ് മെഷീൻസും അതുപോലെ തന്നെ സർജറി നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ മോണിറ്റർ ചെയ്യുന്നതുമായിട്ടുള്ള ഇങ്ങനെയുള്ള അസിസ്റ്റൻസ് ജോലികളൊക്കെ ചെയ്യുന്നത് മറ്റൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷന്റെ പേരാണ് പെർഫ്യൂഷനിസ്റ്റ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാം? BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണലായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാം. ഈ കോഴ്സിന്റെ പ്രത്യേകത, ഇപ്പോഴും ഈ കോഴ്സിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പലപ്പോഴും ഈ കോഴ്സിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. ഇതൊരു 3 വർഷത്തെ കോഴ്സായിട്ടാണ് സാധാരണ ഒരുവിധ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. 1 വർഷം ഇന്റേൺഷിപ്പ്. ചില യൂണിവേഴ്സിറ്റികളിൽ എന്നാൽ 4 വർഷത്തെ കോഴ്സായിട്ടും ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി ബാച്ചിലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന രീതിയിലും ഈ കോഴ്സിനെ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ആ പേരിലും നമ്മൾ കാണാറുണ്ട്. സാധാരണഗതിക്ക് ഏറ്റവും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്നതും കുട്ടികൾ കൂടുതൽ പഠിക്കുന്നതും BSc പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. സോ ഈ കോഴ്സിന് നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി സയൻസ് പഠിക്കുക എന്നുള്ളതാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായും നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏറ്റവും നിർബന്ധമായ കോഴ്സ് അല്ല ഇത്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ കോഴ്സിന്റെ ജോലി സാധ്യത വളരെ വലുതാണ്. കാരണം നമ്മുടെ സർജറികൾ, ഓപ്പൺ ഹാർട്ട് സർജറികൾ, പലതരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ഓപ്പറേഷൻസ്, ICU സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ, തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുപോലുള്ള ഒരു പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും സർജനൊപ്പം തന്നെ വേണ്ടി വരുന്ന ഒരു പ്രൊഫഷണലാണ് ഞാൻ ഈ പറഞ്ഞ പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതലായി ഈ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും നിലവിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതിയാവും.